ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം നിറച്ചതാണ് കേട്ടോ. അതാ പഴത്തിന് വേണ്ട സാധനങ്ങളൊക്കെയാണത്: തേങ്ങ, ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരി. അതേപോലെ 3 പഴമായിട്ട് എടുത്തിട്ടുള്ളത്. 3 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. 3 പഴം കേട്ടോ. ഈ പഴം കൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഉണ്ടാക്കിയാലോ? വീഡിയോയിലേക്ക് പോകട്ടോ. നമുക്ക് അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. ഒരാൾക്ക് ലേശം ഓയിലും കൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. വല്ലാതെ മൂത്ത് വരുന്നു വേണ്ട. ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ. മുന്തിരിട്ട് നമ്മളൊരു 3 ഏലക്ക പൊടിച്ച് വെച്ചതാണ്, അതിട്ടെടുക്കട്ടെ. ഇതാ അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് സോഫ്റ്റ് ആകാൻ ഇളക്കിയെടുക്കട്ടോ. ഇന്ന് നമ്മള് പഴയൊരു വെറൈറ്റി ആയിട്ടുള്ള നിറക്കലാട്ടം നിറയ്ക്കുന്നേ. അപ്പൊ നമുക്ക് ഒന്ന് കണ്ടു നോക്കാട്ടോ. അതിലോട്ട് നമുക്ക് ഒരു 4-5 സ്പൂൺ പഞ്ചസാര ഉണ്ടാവും കേട്ടോ. നമുക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. ഓവർ നെരിയും പിടിക്കൊന്നും വേണ്ട. ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി കേട്ടോ. നമ്മളെ ഫ്രില്ലൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഉണ്ടല്ലേ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. നമ്മളെ ഫ്രില്ല് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടൊന്ന് കിട്ടിയാൽ മതി കേട്ടോ. നമ്മളെ അണ്ടി, മുന്തിരി, ഏലക്ക പൊടിച്ചത് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ.
അതാ ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് റെഡി ആയി വന്നാൽ മതി. നമുക്ക് പഴം ഒന്ന് പൊരിച്ചെടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് വേണം അത് നിറയ്ക്കാൻ. നമ്മളെ പഴക്കഥ ഇങ്ങനെ ഓണാക്കിയത് അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നിറയ്ക്കാനുള്ളൊരു കേട്ടോ. ഇതൊന്ന് പൊരിച്ചെടുത്തിട്ട് വേണം അതിൽ നിറച്ചെടുക്കാൻ കേട്ടോ. അപ്പൊ അതാ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഓരോ പഴമായിട്ട് ഇതിലേക്ക് പൊരിക്കാനുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് പൊരിച്ചിട്ടെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമാകാണെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. എല്ലാവരും ഒന്ന് സഹകരിക്കണേ. നമുക്ക് തീരെ സബ്സ്ക്രൈബ് ആയിട്ടില്ല, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് കുഴി വാറ്റട്ടോ. നമുക്ക് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കണം. പഴം അടുത്തട്ടൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് കുഴി മാറ്റട്ടോ. ഇതൊന്ന് ചൂടാറിയിട്ട് എന്നിട്ട് വേണം നമുക്ക് നിറയ്ക്കാൻ. ചൂടാറിയിട്ട് അപ്പം നമ്മളെ പഴമൊക്കെ ഒന്ന് ഇവിടെ ചൂടാറി വന്ന് ഇനി നമുക്കതൊന്ന് അതിനൊരു കീറലൊക്കെ വെച്ചിട്ട് നിറച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് അതിനെ നെടുക ഇങ്ങനെ കീറി കൊടുക്കുക.
എന്നിട്ട് നമ്മൾ ഫ്രില്ലൊക്കെ ഒന്ന് അതിൽ നിറച്ച് കൊടുക്കുക കേട്ടോ. നല്ലൊരു ഫ്രില്ലാണ് കേട്ടോ. നമ്മൾ പിന്നെ കാഷ്നറ്റും മുന്തിരിയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയൊരു ഫ്രില്ലാണ്. നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റി ആയൊരു ഫ്രില്ലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് നിറച്ചെടുക്കാം കേട്ടോ. പഴം ഇങ്ങനെ വലിയ പഴമാണ് 3 കഷ്ണമൊക്കെ മുറിച്ചെടുക്കാനുണ്ടാവും. ചെറിയ പഴമായതുകൊണ്ട് 2 കഷ്ണം ഇങ്ങനെ ക്രോസാക്കിയിട്ട് കട്ട് ചെയ്തതാണത്. എന്നിട്ടാണ് നമ്മളത് പൊരിച്ചെടുത്ത് ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ നിറയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് നിങ്ങളെ ഒരു ഇതും കൂടെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് തീരെയില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ഞങ്ങൾക്ക് സഹായിച്ചു തരണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതാ എല്ലാ പഴവും ഞങ്ങൾ നിറച്ച് വെച്ച് കാണാൻ തന്നെ കണ്ടാൽ നല്ല ഭംഗിയിലില്ലേ. ഇനി ഇതൊന്നും ഇങ്ങനെ കഴിക്കാട്ടോ ചെയ്യുക. നല്ല ടേസ്റ്റി ആയൊരു പഴം നിറച്ച് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നാളെ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.